ഇപ്പൊ തന്നെ ആ ആ ഹലോ, ഞങ്ങൾ നിന്ന് ഇപ്പം ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്ത് നോക്കട്ടെ. എല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഹായ് അപ്പോൾ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ വിക്ടോറീസിൻ്റെ ഹെഡ്ലൈറ്റ് ചേഞ്ച് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ വാഗണറിനകത്ത് ഒരു വെടിയുണ്ടെന്നൊക്കെ പറയുന്ന പോലെ ഒരു ഫോഗ് ലാമ്പ് ഒന്ന് പടയ്ക്കാൻ പോവാം. ആരും കാണാത്ത ലൈറ്റ്. നമ്മൾ ഒരാഴ്ച വെയിറ്റ് ചെയ്തിട്ട് കിട്ടിയ സാധനമാണ്. അത് അൺബോക്സ് ചെയ്യുമ്പോൾ കാണിച്ചാൽ ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നു. അങ്ങനെ അതിനകത്ത് ഫോഗ് ലാമ്പ്, ഇതിൽ ഹെഡ്ലൈറ്റ്. ബലേനയ്ക്കകത്ത് വെച്ചത് 240 വാട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ കയറ്റാൻ പോകുന്നത് 280 വാട്ടിൻ്റെ വേറൊരു സാധനമാണ്. ഇതാണ് ഇതിൻ്റെ ഏകദേശം ഫ്രണ്ട് ലുക്ക് വരുന്നത്. ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അവനോട് വീഡിയോ എടുക്കണം, കയറിപ്പോടാൻ പറയുമ്പോൾ അവൻ വെച്ചാലക്കും അതോ. ഇപ്പം നമ്മുടെ വാഗണർ ഏകദേശം പയ്യെ പോകുന്നുണ്ട്. അതിന് കാരണം ഇതിനകത്ത് കയറ്റാൻ പറ്റത്തില്ല. ഒരു 2 മീറ്ററത്തൊരു കോളുണ്ടായിരുന്നു, അത് പക്ഷെ ഇതിൽ കയറ്റാൻ പറ്റൂല. അതുകൊണ്ട് മാത്രം കാണിക്കുന്നില്ല. അതെൻ്റെ ചെറുക്കൻ പാവം പയ്യെ പോകുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ സ്പോട്ട് വന്നിരിക്കുകയാണ്. ജസ്റ്റ് ചെറിയൊരു മഴ, ഒരു താറ് കിടപ്പുണ്ടല്ലോ, വള്ളിയായോ. ഇവിടെ ഒരു വണ്ടി കിടക്കുന്നുണ്ട്. നമ്മൾ വിക്ടോറിയസ് ഇങ്ങനെ ആയിട്ടാ നമ്മൾ വിക്ടോറിയസ് വെക്കാൻ പോകുന്ന ഹെഡ്ലൈറ്റ് ഇത് വെക്കാനായിരുന്നു പ്ലാൻ ചെയ്തത്. ഇത് വൈറ്റ് കളർ 380 വാട്ടിൻ്റെ 2 വർഷം വാറണ്ടി ഒരു സാധനം. ഇത് വെക്കാനാണ് പ്ലാൻ ചെയ്തത്. നമ്മളിത് പെട്ടെന്ന് പ്ലാൻ മാറ്റി 280 വാട്ട്. ചേട്ടാ ഇത് 2 വർഷം വാറണ്ടി അല്ലേ വരുന്നത്? 280-ൻ്റെ. ഇതാ നമ്മൾ വിക്ടോറിയസിന്റെ കെട്ടാൻ പോകുന്നത് ഹെഡ്ലൈറ്റ്. നല്ല സ്പേസ് ഉണ്ട്, വിശാലമായിട്ട് പൂച്ച കയറി. എന്തോരം കൊള്ളാം. അതേറെ ഞാൻ അത് തന്നെയാന്ന് ഇരിക്കുന്നത്. സെയിം മറ്റേ ബലനായിട്ട് തന്നെയാണ് 55 വാട്ടിന്റെ തന്നെ അല്ലേ? 55 വാട്ടിന്റെ ഈ സാധനം വണ്ടിക്കകത്തിരുന്നത്. ഇത് മാറ്റിയിട്ടാണ് 280. ഇത് തന്നെ. ഇതൊക്കെ അടുത്ത സാധനം അത് പടയ്ക്കാം. എന്തോലും കൊള്ളാം, നല്ല രസമുണ്ട്. പുറകെ ഈ സാധനം നമ്മൾ ഏറ്റി പടയ്ക്കാൻ മതി. എന്തോ എടുക്കെടുക്ക്, നീ എടുത്തോ. വാറണ്ടി കാർഡ്. നമ്മുടെ വണ്ടി വിക്ടോറിയസിൽ സ്റ്റോക്ക് സാധനമാണ്. ഇനി വെക്കാൻ പോകുന്നത് ഇതാ. അപ്പോഴത്തേക്ക് നമുക്ക് വാഗണറിന്റെ വെടിയുണ്ട പോലെ സാധനം ഉണ്ടെന്ന് പറഞ്ഞല്ലേ. ഇതാണ് ഐറ്റം. എന്താ സാധനം? ഇതിനകത്ത് ഒരു സർപ്രൈസ് ഇരിപ്പുണ്ട്. ഇതാണ് നമ്മുടെ ഐറ്റം. ഒരാഴ്ച വെയിറ്റ് ചെയ്ത് എവിടേക്കോ പോയി കറങ്ങിട്ടുള്ള സാധനം. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഇതൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞത് ഇതാണ്. ഇനി കളികൾ റിമോട്ടിൽ. ഞാൻ ആ വീഡിയോ എടുത്തോണ്ടിരുന്ന ഗ്യാപ്പിൽ ഇവിടെ പണിയെല്ലാം തീർത്ത് ഹെഡ്ലൈറ്റ് കയറ്റി വെച്ചോ. ഒരെണ്ണം വെച്ചോ. വഴി വെച്ചൊരു പൊട്ടനെ കിട്ടിയിട്ടുണ്ട്. എന്താടാ എന്തുണ്ട്? എന്താടാ അവരോട് കഴിഞ്ഞോ? പകൽവട്ടം ആയതുകൊണ്ട് ഒന്നും അറിയുന്നില്ല. ഏകദേശം നമ്മുടെ ഹെഡ്ലൈറ്റ് രണ്ടെണ്ണം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് വലിയ പണിയില്ലായിരുന്നില്ലേ, ഡയറക്റ്റ് ഫിറ്റ് ആയതുകൊണ്ട്. ശരിക്കും ഇതിന്റെ എഞ്ചിൻ റൂം കാണുമ്പോൾ പ്രാന്ത് വരില്ല. ഏറ്റവും ഓണാക്കിയടാ. പകൽവട്ടം ആയതുകൊണ്ട് ഒന്നും അറിയത്തില്ല. ഇതാ ഏകദേശം നമ്മൾ ഹെഡ്ലൈറ്റ് മാറ്റിയിട്ടുണ്ട്. ഓക്കെ മതി, വാ. നമ്മുടെ സ്റ്റോക്ക് സാധനം ഇതാ കേട്ടോ. അപ്പൊ ഇതിന്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ വാഗണറിനകത്തോട്ട് പോവാം. ഞാൻ ഇത് അൺബോക്സ് ചെയ്യുന്ന വഴിക്ക് കുറെ ഷോട്ട് മിസ്സായത്, കുഴപ്പമില്ല. ഇനി നമ്മൾ പോകില്ല പരിപാടികൾ. ഇതിങ്ങോട്ടേക്കട്ടെ, അതൊന്ന് കയ്യിലോട്ടാ.
ഗണ്ണ് കണ്ടോ, ഗണ്ണ് ആ മാതിരി ഐറ്റം. ഈ വെക്കുമ്പോ അറിയാം എന്ത് തോന്നുന്നു. കൂടുതലൊന്നും പറയുന്നില്ല, വെച്ചിട്ട് നമുക്ക് എൻ്റെ ബാക്കി സെറ്റപ്പ് കാണാം. കഴിഞ്ഞ ആഴ്ച ഒന്ന് നേരത്തെ ബലാനയ്ക്ക് വെച്ച സെയിം സാധനം ട്രാഡറിന്റെ അതിന്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, നമ്മൾ വേറെ പരിപാടിയിലായിരുന്നു. അന്ന് തന്നെ ബാറ്ററി കയറ്റി, എന്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, എന്നിട്ട് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. നമ്മള് എന്തോരെ ബാറ്ററിയൊക്കെ മാറ്റി, ബാറ്ററിയൊക്കെ നമ്മൾ വേറെ പുതിയത് കയറ്റിയായിരുന്നു. ബാറ്ററി ഹോണും കൂടെ നമ്മൾ മാറ്റി. ആ വണ്ടി എടുത്ത് മാറ്റാൻ അവിടുത്തെ പാർക്കിംഗ് അല്ല, അവിടെ പാർക്കിംഗ് ഉണ്ട്, മറ്റേ ആ കട പാർക്കിങ്ങിനോട് ഉണ്ട്. ഏതാ പാർക്കിംഗ്? പാർക്ക് ഒരു രസമില്ലല്ലോ, പാർക്ക് കൂടെ മാറ്റി നിൽക്കും. എന്റെ പാർക്ക് വാമ്പലായിട്ട് ഒരു രസമല്ല. വിളിച്ചിട്ട് ചേട്ടാ അതിന്റെ വിക്ടോറിയസിന്റെ പാർക്ക് ഇരിപ്പുണ്ടോ? ഉണ്ടോ? അതിനകത്ത് പാമ്പാണ്. ഏതാ ഇരിക്കുന്നത്? വൈറ്റ് ഇരിപ്പുണ്ടോ? അതും കൂടെ എനിക്ക് അപ്പൊണ്ടെ വിളിക്കട്ടെ. നമ്മൾ ഒറ്റ മൈൻഡ് വിളിച്ച് പാർക്ക് മാറ്റാൻ പോകും. അതൊക്കെ അത്രേ ഉള്ളൂ. എന്തോലും ഇത്രയാ, എന്നാ പിന്നെ അതുകൂടെ ചെയ്തേക്ക്. ആ വണ്ടി എടുത്തോണ്ട് പോയതുകൊണ്ടപ്പോ എനിക്കൊരു രസം തോന്നിയില്ല. അതാ ഞാൻ വിളിച്ചിട്ട് പാർക്കൂടെ മാറിയിട്ടേന്ന് ചോദിച്ചു. പാർക്കട്ടോ? ആ, ഞാൻ എടുത്തില്ല. വൈറ്റ് ആക്കാം. ഏറെക്കുറെ മൊത്തം വൈറ്റ് ആയിട്ടുണ്ട്. പാർക്ക് അടക്കുവാ, അതങ്ങ് ഓഫ് ചെയ്തേക്കണേ. വിളിച്ചാണ്ടൊന്നും കാണുന്നില്ല. ഓക്കെ, അപ്പൊ ഇനി നമ്മള് വേണം എടുത്തിട്ട് പോകും. എന്ത് ഉടായ്പ വന്നു ഇവന്റെ കള്ളച്ചിരി കണ്ടത്, എന്ത് ഉടായ്പോട്ട് വന്നത്. അതൊക്കെ അടുത്ത ഇതാ, ഇനി അടുത്ത വേറെ സാധനം കയറ്റാൻ പോവാ. ആപ്പ് കൺട്രോൾ അല്ലേ? റിമോട്ട് എന്തോട്ടാ കയറതല്ലേ? എന്ത് കട്ട് ചെയ്യണം? മോള് വലുതാക്കണോ? ഹെഡ്ലൈറ്റ് എന്തോട്ടി? കണക്ഷൻ നോക്കണ്ട, ഹൈ ബീം കൊടുക്കണ്ടേ? അതിന് കണക്ഷൻ നോക്കണം, അല്ലെങ്കിൽ റിലേ വെക്കണ്ട. അടുത്ത മറ്റേ ഓൺ ചെയ്ത് ഓഫ് ചെയ്തിട്ട് മാറുന്നില്ലല്ലോ. ഇത് ബ്ലാക്ക് അല്ലായിരുന്നോടാ, ഞാൻ ഇത് ബ്ലാക്ക് ആണെന്ന് പറഞ്ഞിട്ടിരിക്കുവായിരുന്നു. വണ്ടി അപ്പൂസ് മാത്രമേ ഉള്ളൂ. വെച്ചോണ്ടിരിക്കുന്നടാ. ഞാൻ അതാണ് വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യുന്നേ. ചിരി. അല്ല, ഞാൻ ഇത് കറുപ്പാന്ന് പറഞ്ഞിട്ടിരിക്കുവാണ്. അതാണ് ലൈറ്റ് കിടക്കുക. ഭയങ്കര ഡ്രൈവർ ആളിയെ. എന്തുകൂടാ പോച്ചോണ്ടൊക്കെ പോന്നെ? ഡീസൽ വണ്ടിയുടെ ആകാരമാണോ? ഡീസൽ നമ്പര് ബ്ലർ ചെയ്തെടുത്ത യൂട്യൂബ് ഇടാൻ പറ്റത്തുള്ളൂ. ആലും വെച്ച് താങ്ങിയാലും പണിയും കിട്ടും. കുട്ടന് ഇപ്പൊ തന്നെ ലോട്ടറി കിട്ടണോ? അതോ വരുന്നുണ്ട് കുട്ടേ മാമര് വരുന്നുണ്ട്. വണ്ടി അവിടെ എടുത്തിട്ടുണ്ട്. ഫോഗ്ലാമ്പ് വേണമെങ്കിൽ എൻ്റെ അടുത്ത് പറയും. ഫോഗ്ലാമ്പ് വേണമെങ്കിൽ എന്റെ നമ്പർ കിട്ടത്തില്ല. ഒരാഴ്ച കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ. അത് കൊള്ളാം. ഇഷ്ടപ്പെട്ട് എന്റെ ഫോഗ്ലാമ്പ് കുട്ട ഒറ്റ അതിനകം കിട്ടാലോ.
ഏതാടാ ഏതാ BBS ന്റെ ഏതാടാ BBS ന്റെ അതാ ഒറ്റ മൈൻഡ് നമുക്ക് വേണം വേണ്ട ഇപ്പൊ സാധനം കയറ്റിയല്ലോ എല്ലാം കറക്കിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ നിനക്ക് അവിടെ ഇതാ പണിയില്ലേ എന്തോ ഹൈവേ ലോബി സെപ്പറേറ്റ് സ്വിച്ച് വെക്കാമോ അതൊക്കെ ഇതിനകത്ത് വേണ്ടാന്ന് അല്ല സെപ്പറേറ്റ് വെക്കാമോ ആ സെപ്പറേറ്റ് വേണം എടാ എന്തോ ഇപ്പൊ പ്ലാൻ എന്തു നിങ്ങളിപ്പോ പോകാൻ പോകുമ്പോ ഡിമ്മില്ലേ ഇട്ട് പോകും മൊത്തം ബ്ലോക്ക് ആവൂ പോയി ആ എല്ലാവരും ഊക്കി കഴിഞ്ഞെങ്കിൽ വാ സ്വന്തം പണിയുടെ പണി നോക്കാം എമർജൻസി മാത്രം ഇങ്ങനെ അടിക്കത്തുള്ളൂ നമ്മള് ഗ്യാപ്പ് മാറിയപ്പോ ഭയങ്കര സംശയങ്ങൾ ചോദിച്ചിട്ട് ഇവന്റെ അടുത്ത് കഥ പറയാം അവൻ മൈൻഡ് ചെയ്യുന്നില്ല ആ വിളിക്കാൻ പറ അങ്ങനെ നിന്റെ വണ്ടിയാ അവിടെ വെച്ചാ സ്പോട്ട് ചെയ്ത് എന്തുകൊണ്ട് ഏതാ ഫിനാൻസ് ഇടാൻ വന്നേ മണിക്കൂർ എത്രയാടാ വിളിച്ചിട്ട് ഉത്തരവാദിത്തം ഉണ്ടോ നിനക്ക് പിന്നെ ഓ ഈ കേട്ടോ വിളിച്ചു നോക്കണം അങ്ങോട്ട് പോവാ കളറിൽ കയറി ഏതെങ്കിലും കിടക്ക് സാധനം അടിക്കുവാ ഈ വർത്തായ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ വീട്ടുകാരനെ ഇതുപോലെ കളിയാക്കി. അതെ ഇങ്ങനെ ഇങ്ങനെ പറയുമ്പോ ഇവര് മൂക്കത്തുള്ളടാ കളിയാക്കിട്ടെ ഫുൾ ഡ്രാപ്പ് ഇടാ ഇവ ഏതാണ്ട് കണ്ടായിരുന്നു പോർച്ചുഗൽ പോർച്ചുഗല് പോളോയ്ക്കകത്ത് അതേത് വണ്ടിയാ ഇല്ല കാണുന്നില്ല ബ്രൈറ്റ്നസ് ഇട്ടാ എന്റെ ഫോണിൽ കാണത്തില്ല ആ ഞാൻ ബ്രൈറ്റ് നോക്കിട്ടേക്കാം അവന്റെ ആ ചിരി ഞാൻ നോക്കട്ടെ ഇനി മേലെ പറയത് ഒരു സാധനം ഓർഡർ ചെയ്താൽ കാർഫിനിറ്റി കസ്റ്റംസ് ഒരു സാധനം ഓർഡർ ചെയ്ത് വാടാ പറയട്ടാ ഒരു സാധനം ഓർഡർ ചെയ്താൽ ഒരാഴ്ച കഴിയുമ്പോൾ കിട്ടും 2 ദിവസം എന്ന് പറയും ഇനി മേലെ എനിക്ക് ഇത് പ്രൊമോഷൻ ചോദിച്ചേക്കെ ടച്ചിൽ നിന്ന് ഇറക്കും കേട്ടോ ഇന്ന് അടുത്ത സ്റ്റിക്കർ കയറും അപ്പൂസേ അവിടെ പെട്രോളിക് ഞാനൊന്നും പറ ഞാനല്ല എനിക്കറിയത്തില്ലേ എന്റെ ഇതിന് ഉത്തരവാദിത്തം ഒന്നും എനിക്കല്ലേ മൊത്തം വരാട്ടോ അപ്പൂസ ഇടക്കിളക്ക് വീഡിയോ എടുക്കുന്നു ഇടക്കിളക്ക് പൈസക്ക് സെറ്റ് ചെയ്ത് തരാം. ഇവൻ ഭയങ്കര ബിസിനസ് ഇവൻ വിഷയം കേട്ടോ പേര് ഓരോന്ന് മൂട്ടുന്നുണ്ട് പ്രിയദർശനിക്ക് ഹോൺ അങ്ങോട്ട് പോരാ മാറ്റി നീ ഏ ഫൈനലി സ്റ്റേ ത്രൂ ഇറങ്ങിക്കളഞ്ഞു ത്രൂ ഫോട്ടോ അതാണ് ചോദിച്ചത്. ഓണാക്കി ഓണാക്കെ അതിന് സ്വിച്ച് ഒന്നും ഇട്ടേ അടിക്കുന്നില്ല പ്ലാൻ സിയും വർക്കാവുന്നില്ല വണ്ടി സ്റ്റാർട്ടാക്കണോ ആ ഇപ്പൊ അടിച്ചല്ലോ ഇത് ആ മുഖം ഒന്ന് കാണിച്ച മണിക്കൂർ നമ്മുടെ വാനറിന്റെ പരിപാടി കഴിഞ്ഞ് ഇനി നമ്മുടെ അടുത്ത സിവിക്കിന്റെ പരിപാടി ചെറിയ അവിടെ കിടപ്പോ എടാ പൊട്ട എന്നാ ഞാൻ ഇത് കയറി വരത്തില്ലായിരുന്നോടാ നടത്തണമായിരുന്നു തന്നെ കിഴപ്പല്ലാതെ വേറെ ഒന്നും കാണിക്കില്ല കേട്ടോ ഇതിനകത്ത് എന്തോടാ പണി അത് മാത്രമേ ഉള്ളൂ ഒന്ന് മേടിച്ചേട്ടോ ഇവിടെ ഞങ്ങൾ മേടിച്ചേട്ടോ ഓ ഓക്കെ ഓക്കെ എന്തിനാ അപ്പൂസേ വണ്ടി എടുക്കുന്നതിന് മുമ്പ് നീ റാപ്പൊക്കെ ചെയ്തോ ഇവിടെ കുറുക്കൻ ഒറ്റ മൈൻഡ് അടുത്ത പ്ലാൻമാരെ അലകളുള്ള ഒറ്റപ്പാടുകൾ വേണ്ട തില്ലടാ അപ്പൂസേ കൊണ്ടുവരട്ടെ വന്നിട്ട് ബാക്കി നമുക്ക് പോകാം വണ്ടി എടുക്കാൻ പോയിട്ടുണ്ടോ എന്തിനാ വണ്ടി കൊണ്ട് ഏതോ ഗുദാമി ആ പോയി അലോയി ഞങ്ങൾ നിന്ന് ഇപ്പം ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്ത് നോക്കട്ടെ ഒറ്റ മൈൻഡ് കയറ്റുമെന്ന് ഇപ്പൊ മാറ്റും കഴിവെന്ന് കേട്ടോ
അല്ല ഞാൻ നോക്കിയോ വണ്ടി അതാ അല്ല അവല്ല ആറാക്ക കംപ്ലീറ്റ് എടുക്കുന്നത് ആ പഞ്ചാബിക്കാരുടെ സാധനം കിട്ടി ഒറ്റ മൈൻഡ് ഓരോ സാധനം അതാണ് കൊണ്ടുവരുന്നത് ഏതായിട്ട് കുട്ടന്റെ മുഖം എനിക്ക് കുട്ടന്റെ മുഖമാണ് എടാ സാധനം ഇട്ടപ്പോഴത്തേക്ക് കൊള്ളാല്ലേടാ ഇതിനെക്കാട്ടി ബെറ്റർ മറ്റേ കേട്ടാ ഇവിടെ നിന്ന് നീ അലോയും വണ്ടി നോക്കി വെച്ചിട്ട് കാര്യമല്ലോ എനിക്ക് രണ്ട് എപ്പിസോഡ് പിന്നെ ഇത് ഇങ്ങനെയൊക്കെ നടക്കത്തുള്ളൂ, അല്ലാതെ ഇങ്ങനെ പൈസ അതേ ഉള്ളു EMI റെഡി ആക്കി എടുക്കും. അതാ സിൽവർ എടുക്കുക. ഇത് രണ്ടിൽ ഏത് വേണമെന്നുള്ള കൺഫ്യൂഷൻ ഈ കൂട്ടോട്ടിരിപ്പോണ്ട് നമുക്കെല്ലാം ഏതാ ഇഷ്ടപ്പെട്ടെ. കുട്ട എന്താ വേണം തീരുമാനം? ഒറ്റ മൈൻഡ് സാധനം അതെല്ലാം ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ്. പൈസ നമ്മൾ ഫൈനലൈസ് ചെയ്ത സാധ്യത. ഓക്കെ അവിടെ നമ്മുടെ നോക്കിയ ടയറിന്റെ സൈസ് കിട്ടാത്തതുകൊണ്ട് നേരെ നമ്മൾ ബുള്ളറ്റ് ടൈസിൽ വന്നേക്കുക. മരെന്തി അല്ലെങ്കിൽ നോക്കാൻ പോയോ? നമ്മള് പുല്ലുട്ടൈസിന് ലാസ്റ്റ് വീഡിയോ എടുത്ത് അലകടാനുള്ള പ്ലാനിങ് ആയിരുന്നു. പക്ഷെ നമുക്ക് എന്തോ നല്ല ഭാഗ്യത്തിന് സിവിൽ സ്കോർ ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് നമ്മള് അലോയുടെ പ്ലാൻ തൽക്കാലത്തേക്ക് ഡ്രോപ്പ് ചെയ്യുക. ടയറിനും അലോയ്ക്കും ബാക്കി കാര്യങ്ങൾ കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ ആ പ്ലാൻ ജസ്റ്റ് ഡ്രോപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ടൈം ഇപ്പൊ നമ്മളെ ഇതാണ് നമ്മുടെ ഫോഗ് ലാമ്പിന്റെ ഔട്ട് വരുന്നത്. നമ്മൾ നൈറ്റ് രാത്രി എന്തായാലും വിഷ്വൽ എടുക്കാൻ പോകണം. നോക്കട്ടെ പറ്റുമെന്നെങ്കിൽ ക്ലിപ്പിൽ ആഡ് ചെയ്യാം. ഓക്കെ ഓൺ ചെയ്തേ. ഓക്കെ അങ്ങ് വാ, നീ ഇങ്ങ് വന്നിട്ട് കൺട്രോൾ ചെയ്യും. നൈറ്റ് വിഷു വാഗണറിനകത്ത് വരുന്ന ഫോഗ്ലാമിന്റെ നൈറ്റ് വിഷൻ ആണത്. ആടി ഇത് ലോ ബീമോ ഹൈ ബീമോ നമ്മൾ വേറെ വെറൈറ്റി സ്വിച്ചിലാണ് എടുത്തേക്കുന്നത്. സെപ്പറേറ്റ് സ്വിച്ചിലാണ് എടുത്തേക്കുന്നത്. അത് നമ്മൾ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യും. എടാ നിൽക്കടാ, ഞാൻ ലോ ബീം നിന്നിട്ടാ. ഒരു സെക്കൻഡ് ഇത് നമ്മൾ സെപ്പറേറ്റ് വേറെ സ്വിച്ചിലാണ് ചെയ്തേക്കുന്നത്. ഓക്കെ ഓണറിന് എന്തോ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ വിക്ടോറിയസ് കൊടുത്തിട്ട് സ്കൂട്ടി കൊണ്ടാണ് ഞാൻ വന്നത്. മറ്റേ വണ്ടി നേരത്തെ പോയായിരുന്നു പുല്ല് ടൈസ് വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ ഏകദേശം ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ബൈ. നെക്സ്റ്റ്